ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഇന്ദ്രബാലൻ, ഈ നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം എന്നൊക്കെ ഇന്ത്യക്കാർക്ക് പറയേണ്ടി വരും. അത്രമാത്രം വൈകാരികമായി ഇന്ത്യ ഏറ്റെടുത്തതാണ് ഈ കാര്യം. അതിൽ ഒരു മറുപടി എന്നോണം അത് ഭീകരവാദികൾക്ക് നേരെയുള്ള ആക്രമണം മാത്രമാണ് എന്നുള്ളത് വ്യക്തമാകുമ്പോൾ കൂടുതൽ സന്തോഷം പകരുകയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് അതിൽ ആപത്തുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പഹൽഗാം അറ്റാക്ക് നടന്ന ആ ദിവസം അന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്മുടെ ഫോണിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, ആരതിയുടെ ധൈര്യത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ആരതി പറയുന്നു ഇതിലും നല്ലൊരു മറുപടി കൊടുക്കാനില്ല. ആ 26 കുടുംബങ്ങൾക്ക് ഒരു ക്ലോഷർ, അത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു അല്ലെ മേജർ? യെസ്, ഈ സ്ട്രൈക്ക് ഡെഫിനറ്റ്ലി ടെറർ അറ്റാക്കിൻ പഹൽഗാമിന്റെ ഒരു മറുപടിയാണ്, ഒരു സ്ട്രോങ് മറുപടിയാണ്. നമ്മൾ അവരുടെ ടെറർ സൈറ്റ്സിനെയും ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെയും നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ ഹാസ് ബീൻ വെരി കാലിബ്രേറ്റഡ്, വെരി കെയർഫുൾ നോട്ട് ടു എസ്കലേറ്റ്. കാരണം India is not a war-mongering country. We believe in peace, but we want to destroy terror. അത് വെച്ചിട്ട് we have stuck using air missiles. ഇത് എയർ അറ്റാക്ക് അല്ല. നമ്മുടെ കുറെ TV ചാനൽ റിപ്പോർട്ട്സ് ഉണ്ട് എയർ അറ്റാക്ക് ആണെന്ന്. ദിസ് ഈസ് നോട്ട് എൻ എയർ അറ്റാക്ക്. എയർ അസെറ്റ്സിനെ ഉപയോഗിച്ചിട്ട് പോസിബിളി വി ഹാവ് യൂസ്ഡ് മിറാജ്, പോസിബിളി വി ഹാവ് യൂസ്ഡ് some other aircrafts. അതിന്റെ ഉള്ള ബോംബ്സും മിസൈൽസും പ്രിസിഷൻ ഗൈഡഡ് ബോംബ്സും മിസൈൽസും ഉപയോഗിച്ചിട്ട് stand off attack parayumbodine. The stand off attack is from own side of Indian territory. I don't think our aircrafts have crossed the border. This has happened by stand off attack and precision attack. ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ വ്യോമസേനയുടെ ആക്രമണം, ഒപ്പം ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ നാവികസേനയുടെ ആക്രമണം, ഇന്ത്യയുടെ കരയിൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് സൈന്യത്തിന്റെ ആക്രമണം, മൂന്നും ചേർന്നുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതി വളരെ ആസൂത്രിതമായി പരിഷ്കരിച്ച് നടപ്പാക്കിയെന്നല്ലേ? കറക്റ്റ്. ഇപ്പൊ പാകിസ്ഥാൻ അവരുടെ മിസൈൽ എന്താണ്? അവരുടെ മിസൈലാണ് ടെറർ. അവർക്ക് ടെക്നോളജി ഇല്ല. അവർക്ക് ദേ ആർ എ നേഷൻ വിച്ച് ഹസ് ഗോൺ റോഗ്. അപ്പൊ അവരുടെ മിസൈൽ നമുക്ക് ഒരു ടെറർ പോലെയാണ് ഉപയോഗിക്കുന്നത്. ദേ യൂസ് ടെററിസ്റ്റ് ടു സ്ട്രൈക്ക് ഇന്ത്യ സോയിൽ. അതേപോലെ ഇന്ത്യ ഈസ് നോട്ട് എ ടെററിസ്റ്റ് നേഷൻ. ഇന്ത്യ ഇസ് എ പീസ് ലവിംഗ് നേഷൻ. വി ആർ സ്ട്രക്ക് യൂസിംഗ് ടെക്നോളജി. വി ആർ സ്ട്രക്ക് യൂസിംഗ് വാട്ട് ഈസ് അവർ ഇൻസ്ട്രുമെന്റ് ഓഫ് പവർ. അതാണ് വി ഹാവ് ഗോൺ ഫോർ precision guided bombs and missiles. നമ്മുടെ എയർ സ്പേസിലാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. ബട്ട് വി ഹാവ് സ്ട്രൈക്ക് ഡീപ് ആൻഡ് ഹാർഡ് ഓൺ ദി ഹാർട്ട് ഓഫ് മിലിറ്റൻസി സോ ദാറ്റ് വി ആർ ഏബിൾ ടു ഗിവ് എ മെസ്സേജ്. ഈ സിന്ദൂർ പറഞ്ഞ സാധനം, നമ്മുടെ പൊട്ട്, ഒരു സ്ത്രീയുടെ പൊട്ടിനെ അഭിമാനിക്കുക, അതിന്റെ റിവെഞ്ച് എടുക്കുകയാണ് അതിന്റെ അർത്ഥം സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഡൺ ബൈ സ്ട്രൈക്കിംഗ് from in Bhagalpur, also in area of POK. 9 sites are hit is what the report says. They are all precision strikes, very effective strikes ആണ് ഇതുവരെ നമ്മൾ അറിയുന്നത്. മേജർ, ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ നാവികസേന ഇതിനകത്ത് എങ്ങനെ ഭാഗമായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്? കാരണം എല്ലാവരുടെയും സംശയമാണ്, ഈ സംയുക്ത സേനകളുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോൾ ഈ നേവി എത്തരത്തിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക? അത് അവരുടെ ഒരു ബോർഡിൽ നിന്നുകൊണ്ട് തന്നെ മിസൈലുകൾ തൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കുമോ? യെസ്, നേവി കറന്റ്ലി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നേവി വുഡ് ബി ഇൻ ദി അറേബ്യൻ സീ ഔട്ട്സൈഡ്. പാകിസ്ഥാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉണ്ട്, പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഉണ്ടാവും. അതിന്റെ ഔട്ട്സൈഡ് ദേ ആർ റെഡി ഫോർ എനി ആക്ഷൻ, ഫോർ എസ്കലേഷൻ. എന്ത് എസ്കലേഷൻ ആയാലും വിൽ ബി ഇൻ എ പൊസിഷൻ ടു ടേക്ക് കെയർ. അപ്പൊ നേവിയുടെ ഒരു ബ്ലോക്കേഡ് മാത്രം അവിടെ നടത്തിയിട്ടുണ്ടാവും, ready for a blockade. May not be exact blockade, with prepared with all sorts of missiles. For നേവിയുടെ ലോങ് റേഞ്ച് മിസൈൽസ് ഉണ്ട് അവർക്ക്, ഫാർ മോർ പവർഫുൾ. In case പാകിസ്ഥാൻ തിരിച്ച് റീറ്റാലിയേറ്റ് ചെയ്യണമെങ്കിൽ, if they use their missiles to strike Indian military targets, definitely will retaliate back. ആ മെസ്സേജ് കൊടുക്കാനായിട്ടും അതിന് പ്രിപ്പയർഡ്നെസ് ആയിട്ടും നേവീസ് അവിടെ നമ്മുടെ നേവി റെഡിയാക്കി വെച്ചേക്കാം. ഇത്തവണ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലയിടത്തു നിന്നും ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മറുപടി വൈകുന്നത്? ഇത് മുൻപും വല്ലതുമായിരുന്നെങ്കിൽ ഈ സർക്കാർ ഉൾപ്പെടെ രാഷ്ട്രീയമായ ചോദ്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ അപ്പോഴും സൈലൻസ് ആയിരുന്നു അതിനൊരു മറുപടി. മറിച്ച് നയതന്ത്ര തലത്തിൽ ആദ്യം നമ്മൾ ശ്വാസം മുട്ടിച്ചു. വെള്ളമാണ് ഏറ്റവും ജീവന്റെ നിലനിൽപ്പിന് വേണ്ടത്, വെള്ളമാണ്. ആ വെള്ളത്തിൽ നമ്മൾ തുടങ്ങി. ഇപ്പോൾ ഇതാ ഭീകര കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരുപക്ഷെ എല്ലാവരും പറയുന്നത് ബഹാവൽപൂരിലേക്ക് നടത്തിയ ആക്രമണം. നമ്മൾ സാധാരണ പതിവുള്ളതല്ല അത്. 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ തരത്തിലൊരു ആക്രമണം, ഇത് എത്രത്തോളം പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതാണ്? ഇത് പാകിസ്ഥാന്റെ കംപ്ലീറ്റ് സർപ്രൈസ് ആയി വന്നിട്ടുണ്ട്. ദോ ദേ വർ എക്സ്പെക്ടിങ് ഇന്ത്യ റീറ്റാലിയേറ്റ് അവർ എക്സ്പെക്ട് ചെയ്യുന്നു.
പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ദി പ്ലേസ്, ടൈം ആൻഡ് ഇന്റൻസിറ്റി ഓഫ് അറ്റാക്ക് വിൽ ബി ഇന്ത്യസ് ചൂസിങ്, വിൽ ബി ടേക്കിംഗ് പാകിസ്ഥാൻ ബൈ സർപ്രൈസ്. അവർ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യ സ്ട്രൈക്ക് ബാക്ക് ചെയ്യുന്ന. ദേ ഹാവ് ബീൻ അനൗൺസിംഗ്, ദ മിനിസ്റ്റേഴ്സ് ഹാവ് ബീൻ അനൗൺസിംഗ്. പക്ഷെ ഇങ്ങനെ ഒരു എയർ അറ്റാക്ക്, ഓൾമോസ്റ്റ് എൻ എയർ അറ്റാക്ക് വിത്തൗട്ട് ക്രോസിംഗ് LOC, വിൽ യൂസ് എയർ എഫക്ട്സ് ടു അറ്റാക്ക് പാകിസ്ഥാനി ബേസസ്. അതിന്റെ ദേ ഡിഡ് നോട്ട് ഹാവ് അനുമാനം ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗിവ് എ വെരി സ്ട്രോങ് മെസ്സേജ് ടു പാകിസ്ഥാൻ. അവര് നമ്മളൊരു ഡയലമ ഇട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ഇതിന് ഡയലമ എന്താണ്? അവർക്ക് തിരിച്ചടിക്കാനായിട്ട് ഒരു ടാർഗറ്റും ഇല്ല. ഇന്ത്യയുടെ ടാർഗറ്റ് എന്താണ്? ഐദർ എ സിവിലിയൻ ടാർഗറ്റ്, ഓർ എ സിവിൽ ഇൻസ്റ്റലേഷൻ, ഓർ എ മിലിറ്ററി ഇൻസ്റ്റലേഷൻ, ഓർ എ മിലിറ്ററി ബേസ്. ഇത് നാലും അല്ലാതെ എവിടേക്ക് അവർ അറ്റാക്ക് ചെയ്യാൻ പറ്റും? സോ ദേ ഹാവ് നോ പ്ലേസ് ടു അറ്റാക്ക്. എനി പ്ലേസ് ദേ അറ്റാക്ക് വിൽ ബി എൻ അറ്റാക്ക് ഓൺ ഇന്ത്യ, ആൻഡ് ഇന്ത്യ വിൽ ഹാവ് ടു റീറ്റാലിയേറ്റ്. അപ്പോ അവർക്ക് അറിയില്ല തിരിച്ചെങ്ങനെ അടിക്കണമെന്ന്. അങ്ങനത്തെ ഒരു അടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സെയിം തിങ് വി ഡിഡ് ബൈ സ്റ്റോപ്പിംഗ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒരു സസ്പെൻഡ് ചെയ്തത്. അഗെയിൻ അതിന്റെ റെസ്പോൺസേ ഇല്ല അവർക്ക്. ദേ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട്. ദ റെസ്പോൺസ് വാസ് വാട്ട്? ഇഫ് യു സ്റ്റോപ്പ് വാട്ടർ ഇറ്റ് വിൽ ബി ആക്ട് ഓഫ് വാർ. ഒരു നീക്കി റെസ്പോൺസ് ആയിട്ട്, ഒരു വിക്ടിമൈസ് റെസ്പോൺസ് ആയിട്ട് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ ഈവൻ ഇൻ ദിസ് അറ്റാക്ക് they will not have a response. If they respond and attack any Indian target, definitely I think India is prepared. We are already preparing with mock drills. We are നമ്മുടെ സിവിൽ ഡിവിഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡർ ഏരിയാസിൽ നമ്മൾ ബങ്കേഴ്സിനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവർ മിലിറ്ററി, ഡിഫൻസ് മിലിറ്ററി ഇസ് മൊബിലൈസ്ഡ്. വി ആർ റെഡി ഫോർ എനി റിറ്റാലിയേഷൻ ആക്ഷൻസ് ഫ്രം പാകിസ്ഥാൻ. ബട്ട് പാകിസ്ഥാനെ റിറ്റാലിയേറ്റ് ചെയ്യാനായിട്ട് അവരെ നമ്മൾ ഡയലമയിൽ ഇട്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദി ആർട്ട് ഓഫ് വാർ. ദിസ് ഈസ് ദി ആർട്ട് ഓഫ് സ്ട്രാറ്റജി. വേറെ എനിമിയെ കൺഫ്യൂസ് ചെയ്തിട്ട് അവർ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു സ്ഥിതി നമ്മൾ വിട്ടിരിക്കുകയാണ്. റൈറ്റ്, അതാണ് ശ്രീ ഇന്ദ്രബാലൻ നമ്പ്യാർ, മേജർ ജനറൽ. അദ്ദേഹം പ്രതികരിച്ചത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പാകിസ്ഥാൻ കരുതിയതിനും അപ്പുറമുള്ള മറുപടി ഇന്ത്യ നൽകി. അത് ഏത് വിധേനയാണ്? നാവികസേന അത് ഇപ്പോൾ ഒരു ബ്ലോക്കേഡ് തീർത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിദഗ്ധ അഭിപ്രായം. രാഹുൽ ഈശ്വർ തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. രാഹുൽ, ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ. ഇതിലും നല്ലൊരു പേര് അതിന് ഓപ്പറേഷന് ഇടാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. ആരതി ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ എനിക്ക് ആ സമയത്ത് കണ്ണ് നിറഞ്ഞു വന്നു. അത് ആരതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ആക്രമണത്തിൽ മുഴുവൻ നമ്മുടെ ഒരു ഹോപ്പായി. എങ്ങനെയാണ് ഒരു സ്ത്രീ ഇതിനോടൊക്കെ പ്രതികരിക്കുക എന്നത്? ഒരു സ്ത്രീയുടെ ശക്തിയെ പറ്റി നമ്മളെപ്പോഴും നാരി ശക്തി എന്ന് ഇന്ത്യ എപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് സ്വന്തം അമ്മയെ സുരക്ഷിതമായി എത്തിക്കുന്നത് വരെ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാണ് അവളുടെ അച്ഛൻ വിട്ടുപോകുന്ന വേദന പോലും അവളെ അഫക്ട് ചെയ്തതെന്ന് നമ്മൾ കാണുന്നതാണ്. രാഹുൽ, അത് ഈ രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സംസ്കാരത്തിൽ വലിയൊരു പങ്കുണ്ട് സിന്ദൂരത്തിന്. സിന്ദൂരം മാഞ്ഞ പെൺകുട്ടികളുടെ കണ്ണീരിന്, അമ്മമാരുടെ കണ്ണീരിന് അത് എത്രത്തോളം ഉചിതമായ ഒരു പേരാവുന്നുണ്ട്? പേരിട്ട ആരാണെന്നറിയില്ല, പക്ഷെ ആ പേരിട്ട ആർമിക്കാർ വളരെ, അല്ലെങ്കിൽ ആർമിയുടെ ഭാഗത്തു നിന്നായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായിരിക്കാം. വലിയൊരു സിംബോളിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഹിമാൻഷിയുടെ സിന്ദൂരം മാച്ചവർക്ക് ഉള്ള അതിശക്തമായ തിരിച്ചടിയാണ്. ആരതിയുടെ അച്ഛനെ കൊന്നവർക്കുള്ള അതിശക്തമായ തിരിച്ചടിയാണ്.